ചിലർ നനയ്ക്കും പോലെ കർത്തനുടെ വരവ് ഒട്ടും താമസിക്കില്ലിനിയും. പാപികൾ മനം തിരിഞ്ഞിടുവാനാശമ കാട്ടിടുന്നതേയുള്ളൂ. പാപികൾ മനം തിരിഞ്ഞിടുവാനാശമ കാട്ടിടുന്നതേയുള്ളൂ. രാജൻ രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്നതു കാണുന്നല്ലോ. രാജൻ രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്നതു കാണുന്നല്ലോ. അപ്പനമ്മ മക്കൾ സോദര ബന്ധങ്ങൾ ചിഹ്നമായിടുന്നു. അപ്പനമ്മ മക്കൾ സോദര ബന്ധങ്ങൾ ചിഹ്നമായിടുന്നു. ശത്രു അലറും പോലെ ചുറ്റിടുന്നു. ഒത്ത വൃതരെയും കീഴടക്കാം. ശത്രു അലറും സിംഹം പോലെ ചുറ്റിടുന്നു. ഒത്ത വൃതരെയും കീഴടക്കാം. ശത്രുവെ ജയിപ്പാനായി ദൈവത്തിൻ കൃപയെന്ന പ്രാപിക്കായി നാളിൽ. ശത്രുവെ ജയിപ്പാനായി ദൈവത്തിൻ കൃപയെന്ന പ്രാപിക്കായി നാളിൽ. സ്വർഗീയ രാജ്യം വേഗം ആഗമിക്കയാൽ വിശുദ്ധൻ തന്നെ ശുദ്ധീകരിപ്പീ. സ്വർഗീയ രാജ്യം വേഗം ആഗമിക്കയാൽ വിശുദ്ധൻ തന്നെ ശുദ്ധീകരിപ്പാൻ. സ്വർഗീയമേടെ പ്രിയനുമായൊത്ത് യുഗയുഗം വാഴാം. സ്വർഗീയമേടെ പ്രിയനുമായൊത്ത് യുഗയുഗം വാഴാം. ചിലർ നനയ്ക്കും പോലെ കർത്തനുടെ വരവ് ഒട്ടും താമസിക്കില്ലിനിയും. പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യിരെമ്യാവിൻ്റെ പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തെ ആസ്പദമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുത് എന്നുള്ളൊരു ചിന്തയാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയത്തിലായാലും രാഷ്ട്രീയത്തിലായാലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെയാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മെയ് മാസം 13-ന് ഇറക്കിയ മനോരമയിലെ ഒരു വാർത്തയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എന്നെ നടത്തിയത്. മഹാനായ അലക്സാണ്ടറുടെ സാമ്രാജ്യം തകർന്നതിൻ്റെ ചരിത്രം അനേകരുടെ കണ്ണുകൾ തുറപ്പിക്കട്ടെ. BC 323 അലക്സാണ്ടറുടെ മരണത്തെ തുടർന്ന് ഗ്രീസ് മുതൽ തെക്കേ ഏഷ്യ വരെ വ്യാപിച്ചു കിടന്ന മഹാസാമ്രാജ്യത്തെ കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടു. അലക്സാണ്ടറുടെ പിൻഗാമിയെ നിശ്ചയിച്ചിരുന്നില്ല. ഏറ്റവും ശക്തനായ ഒരുവനായിരിക്കണം തൻ്റെ പിന്തുടരവകാശി എന്ന് മാത്രമേ അലക്സാണ്ടർ പറഞ്ഞിരുന്നുള്ളൂ. അലക്സാണ്ടറുടെ അർദ്ധ സഹോദരൻ ഫിലിപ്പ് മൂന്നാമൻ അരീഡിയസ് മാനസിക വെല്ലുവിളിയിൽ നേരിട്ടിരുന്നു. അലക്സാണ്ടറുടെ ഭാര്യ റോക്സാന ഗർഭിണിയായിരുന്നു. ഇതെല്ലാം അപകട കാരണമായ അധികാരശൂന്യത സൃഷ്ടിച്ചു. ഡയോഡോക്കി അഥവാ പിൻഗാമികൾ എന്നറിയപ്പെടുന്ന അലക്സാണ്ടറുടെ സൈന്യാധിപന്മാർ അധികം വൈകാതെ പരസ്പരം പോരടിച്ചു. ടോളമി ഒന്നാമൻ, സോട്ടർ, സെലൂക്കസ് ഒന്നാമൻ, നിക്കേറ്റർ, ആൻറ്റിഗോണസ് ഒന്നാമൻ, മോണോഫതൽമസ്, കസാൻഡർ തുടങ്ങിയവർ പതിറ്റാണ്ടുകളോളം ഘോരയുദ്ധം നടത്തി സഖ്യങ്ങൾ മാറി മറിഞ്ഞു. കുലപാതകങ്ങൾ സാധാരണ സംഭവങ്ങളായി മാറി. സിംഹാസനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ അലക്സാണ്ടറുടെ കുടുംബാംഗങ്ങൾ പോലും കൊല്ലപ്പെട്ടു. ഈ പ്രതിസന്ധി സാമ്രാജ്യത്തെ എന്നേക്കുമായി തകർത്തു. അതുപോലെ രാജ്യങ്ങൾ വിഭജിക്കപ്പെടുകയും ചെയ്തു. ടോളമി ഒന്നാമൻ സോട്ടർ ഈജിപ്തിൽ ടോളമിക് സാമ്രാജ്യം സ്ഥാപിച്ചു. സെലൂക്കസ് ഒന്നാമൻ നിക്കേറ്റർ ഏഷ്യയിലെ വിശാല പ്രദേശത്ത് ഭരണം നടത്തി. ദശലക്ഷക്കണക്കിന് ആളുകൾ
അടങ്ങിയതായിരുന്നു അലക്സാണ്ടറുടെ സാമ്രാജ്യം. അതിനാൽ തന്നെ പ്രതിസന്ധിയുടെ ആഘാതം വളരെ വലുതായിരുന്നു. ദൈവദിനത്തിൽ മോശയും അഹരോനും കൂടെ ഫറവോൻ്റെ മുൻപാകെ ചെന്ന് ഇസ്രായേൽ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാൻ പറഞ്ഞപ്പോൾ അനേക ഉപാധികൾ പറഞ്ഞ് കാലതാമസം വരുത്തിയതായി ദൈവദിനത്തിൽ വായിക്കുന്നുണ്ട്. യിരെമ്യാവ് 46:17 അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫറവോനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മിസ്രയീം രാജാവായ ഫറവോന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവനുമെന്ന് പേർ വിളിക്കും. മോശയെയും അഹരോനെയും വാക്കുകൾ പാലിക്കാതെയും തീരുമാനമെടുക്കുവാൻ കാലതാമസം എടുക്കുകയും ചെയ്തതിനാൽ ദൈവം 10 ബാധകൾ അയച്ച് സർവനാശം സൃഷ്ടിച്ചതായി ദൈവദിനത്തിലൂടെ കാണുവാൻ സാധിക്കും. തീരുമാനത്തിന് കാലതാമസം വരുത്തിയാൽ ഗ്രീക്ക് സാമ്രാജ്യത്തിന് സംഭവിച്ചതുപോലെ കേരളത്തിന് സംഭവിക്കുമെന്നതിന് സംശയമില്ല. പാർട്ടിയെ തമ്മിൽ അടിച്ചു പിരിയിക്കുവാൻ കൊതിക്കുന്ന അനേക രാഷ്ട്രീയ നേതാക്കളുടെ മുൻപാകെ അവർക്ക് വഴിവെട്ടി കൊടുക്കാതെ എത്രയും വേഗം പൊതുജന വികാരം മാനിച്ച് തീരുമാനമെടുത്താൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നിലനിൽക്കും. അതല്ല, തീരുമാനം നീണ്ടുപോയാൽ ഒരിക്കലും പൊങ്ങി വരാത്ത രീതിയിൽ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണി അടിക്കുകയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാൻ പഠിക്കണം. അത് രാഷ്ട്രീയത്തിലായാലും ആത്മീയത്തിലായാലും ഒരുവൻ രക്ഷയുടെ അനുഭവം പ്രാപിച്ചു എന്ന് ബോധ്യം വന്നാൽ പിന്നീട് കാലതാമസം വയ്ക്കരുത്. ദൈവകൽപ്പനകളെ അനുസരിക്കാൻ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ആകിയാൽ പ്രിയരെ, നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ സമയങ്ങളെയും കാലങ്ങളെയും നീട്ടിവെക്കുന്നുവെങ്കിൽ അതിൻ്റെ പരിണതഫലം ഏറ്റവും വലുതും അത് പിന്നത്തേതിൽ ദുഃഖത്തിനും പ്രതിസന്ധികൾക്കും കാരണമായി തീരും എന്നതിന് സംശയമില്ല. ആകിയാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ച് നല്ലൊരു ഫലം കണ്ടെത്തുവാൻ സകലർക്കും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Yeah.